ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പലർക്കും ഓരോ ഇപ്പം ഹ്യൂമർ എലിമെന്റ് ആണെങ്കിലും ഇപ്പം ഡയറക്ഷനിലാണെങ്കിൽ എല്ലാവർക്കും ഓരോ എന്താ പറയുക ഒരു കോമൺ ലിങ്ക് ഉണ്ട്. എനിക്കൊന്ന് സിദ്ധാർത്ഥേട്ടനും അബ്രാമേട്ടനും ഒരു ലിങ്ക് ഉണ്ടോ? ഫസ്റ്റ് മൂവി എന്ന് പറഞ്ഞാൽ ചന്ദ്രേട്ടൻ എവിടെയാണ്, റൈറ്റ്? അപ്പം ഡയറക്ടറാണ്. അപ്പം എന്താ പറയാ നമ്മുടെ ഫസ്റ്റ് ഡയറക്ടറുമായിട്ടുള്ള അതെ. ഓക്കെ, അപ്പം ഈ ഒരു ധീരൻ എന്നുള്ളൊരു സിനിമയില് എന്താണ് എത്തിച്ചേർന്നതിന്റെ ഒരു എന്താ പറയാ ഒരു എക്സ്പീരിയൻസ്? ചന്ദ്രേട്ടൻ ഇവിടെ കഴിഞ്ഞിട്ട് ഇപ്പൊ 10 വർഷമായി. അപ്പൊ അതിനകത്ത് എനിക്ക് സീൻ ഉണ്ടായിരുന്നത് ദിലീപേട്ടനുമായിട്ടാണ്. ഫസ്റ്റ് ഒറ്റ സീനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഇങ്ങനെ ഇവർ കാസ്റ്റിങ്ങിൽ ഇങ്ങനെ ഇരിക്കുക നമ്മള്. അപ്പോൾ ഒരു MLA ക്യാരക്ടറാണ്. അപ്പോൾ അത് ആരും ചെയ്താലും മതി, ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ചെയ്യാവുന്ന സാധനമേ ഉള്ളൂ. പക്ഷേ സിദ്ധുബായിക്ക് അതൊരു സ്പെസിഫിക് ഒരു ആക്ടർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് നല്ലൊരാൾ തന്നെ ചെയ്യണം. ചെറുതാണെങ്കിലും സിദ്ധുബായിക്ക് അങ്ങനെ നിർബന്ധങ്ങളുണ്ട്. ക്യാരക്ടേഴ്സൊക്കെ വളരെ കറക്റ്റായിട്ടുള്ള ആൾക്കാർ ചെയ്യണം. അപ്പോൾ ഇവരിങ്ങനെ ആലോചിക്കുന്നത് ആരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ അവസാനം സമീർ ഭായ് പ്രൊഡ്യൂസർ സിദ്ധുബായി അടുത്ത് ചോദിച്ചു, നീ ആരെപ്പോലത്തെ ആളെ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ സിദ്ധുബായി പറഞ്ഞു, കണ്ട അഭിരാമനൊക്കെ പോലെ ഇരിക്കുന്ന ഒരാൾ. അപ്പം സമീർ ഭായ് അത് അഭിരാമനെ പോലെ ഇരിക്കുന്ന ആളുകൾ അഭിരാമനെ ചെയ്താൽ പോരെ. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇവൻ പറയണ വേർഷൻ ഓഫ് കഥയാണ്. ഇനി എന്റെ ഒരു വേർഷൻ ഓഫ് കഥ. അത് ഈ കാസ്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കുമല്ലോ, ക്യാരക്ടർ ആക്ടർ കാസ്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കി കാസ്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കി. പിന്നെ ചെക്ക് ചെയ്ത് MLA അഭിരാമ്, നീ തന്നെ നിന്റെ പേര് അല്ല അപ്പോഴാണ് അറിയണം ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്നുള്ള. അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ ആക്ടർ സാധനവും സമീറിന്റെ ഇടപെടലും ഒക്കെ ആയിട്ട് ഫസ്റ്റ് ടേക്ക് എടുത്തപ്പോ ദിലീപേട്ടനായിട്ട് നടന്നു വരുമ്പോ ഞാൻ എന്തോ ഡയലോഗ് പറഞ്ഞു പോകണം. അപ്പോൾ നാടകത്തിലൊക്കെ ഒരുപാട് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ സിനിമയിൽ ആദ്യമായിട്ട് അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഫോക്കൽ ലെങ്ത്ത്, ഇപ്പോൾ ലൈറ്റിൻ്റെ മാർക്ക് അതെല്ലാം കറക്റ്റായിട്ട് വരണം. പിന്നെ ഡയലോഗും പറയണം ഫംബിൾ ചെയ്യാതെ. ഫസ്റ്റ് ടേക്കിൽ ആകെ കയ്യിൽ നിന്ന് പോയി. അതായത് അത് പോയിട്ട് വേറെയൊക്കെ വന്ന് ദിലീപേട്ടനെ കണ്ടപ്പോൾ തന്നെ കാറ്റ് പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സിദ്ധുബായി എന്നെ സൈഡിൽ വിളിച്ചിരുന്നത് നാക്കിനെല്ലില്ലെന്ന് വെച്ച് വള പറയുമ്പോൾ ആലോചിക്കണം, മര്യാദക്ക് ചെയ്തിട്ട് പോയാൽ അല്ല പിന്നെ മര്യാദക്ക് ചെയ്തു ആ വാശിയിൽ. അല്ല ഇതൊക്കെ ചിലപ്പോ ഈ ന്യൂമറോളജി എന്നൊക്കെ പറയുന്ന പോലെ ഇതിനകത്ത് ഡെസ്റ്റിനി ന്യൂമറോളജി അതിനകത്ത് വരും. കാരണം എന്താ വെച്ചാൽ ഈ പിന്നെ അഭ്രപാളികൾ എന്നല്ലേ പറയുന്നത്, അഭ്രപാളികൾ എന്നാണ് സിനിമ പറയുന്നത്. അപ്പൊ അഭ്രമിന്റെ സ്പെല്ലിംഗ് ABHRAM, അഭിറാമിന്റെ ABHIRAM, അഭിറാം, അഭ്രം, അതൊക്കെ ആയിട്ട് കോറിലേഷൻ ഉണ്ട്. മാത്രമല്ല അവനവന്റെ ആശാന്റെ പടത്തിൽ തന്നെ ആദ്യമായിട്ട് അതെല്ലാം ഗുരുത്വത്തിന്റെ ലക്ഷണങ്ങളാണ്. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ സിദ്ധുബായിക്ക് പിന്നെ അറിയാമായിരുന്നു, എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഒരു കോൺഫിഡൻസിൽ നമ്മളെ കൊണ്ട് ചെയ്യിച്ചു. അപ്പൊ അത് ഡബ് ചെയ്യാൻ വന്നപ്പോൾ സൗബിൻ അത് കണ്ടിട്ട് ആ കൊള്ളാലോ നീ അഭിനയിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നെ പറവയിൽ അഭിനയിപ്പിക്കണം. പിന്നെ പറവയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ സുഡാനിയിൽ അവർ നമ്മൾ അങ്ങനെ എല്ലാം കണക്റ്റഡ് ആയിരുന്നു. പിന്നെ ഓരോ സിനിമ കഴിഞ്ഞിട്ട് അതിന്റെ അപ്രീസിയേഷനാണ് എനിക്ക് അടുത്ത സിനിമ കിട്ടിക്കൊണ്ടത്. അങ്ങനെ അവസാനം 5-ാം പാതിര കഴിഞ്ഞപ്പോഴാണ് പാച്ചുവും അത്ഭുത വിളക്കിലെത്തുന്നത്. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് വിനീതേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞത് 5-ാം പാതിരയിൽ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര ദിലീപേട്ടൻ കഴിഞ്ഞാൽ അടുത്ത ആള് വിനീതേട്ടനാണ്. നമ്മൾ അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്ത് ഫ്രം ദ ഇൻഡസ്ട്രി. ഞാൻ ഇദ്ദേഹത്തിന്റെ ഡ്രൈവറായിരുന്നു വിനീതേട്ടന്റെ ബോംബെ. അങ്ങനെ അവസാനം ഇവിടെ പിന്നെ ഗാനമേള നടത്തുന്ന ഗാനമേളയിലെ സിംഗർ ആയിട്ടുള്ള ധീരനകത്ത് ഒരു ഓർക്കസ്ട്ര സിംഗറാണ്. പാട്ട് പാടുന്ന സീനൊന്നുമില്ല, പക്ഷേ ഒരു ഓർക്കസ്ട്ര സിംഗറാണ്. ഈ ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ട രാജേഷുമായിട്ട് ബന്ധമുള്ള ഒരാളാണ്. അങ്ങനെ നമ്മളെല്ലാവരും ഒരു ഗ്രൂപ്പായിട്ട് ഒരു മിഷന് വേണ്ടി പോകുന്നതാണ് അതിന്റെ കഥ. അതൊരു തരം ചാലഞ്ചായിരുന്നു. കാരണം ഇവര് സ്ക്രിപ്റ്റ് റീഡിംഗ് സെഷനിൽ ഇത് ഇവിടെ വെച്ചായിരുന്നു സ്ക്രിപ്റ്റ് റീഡിംഗ് ക്രൗണിൽ തന്നെ. അപ്പോൾ ഇത് വായിക്കുമ്പോൾ ഓരോ ഡയലോഗ്സിലും ഇവര് പൊട്ടിച്ചിരിക്കുക. വിനീതേട്ടനാണെങ്കിൽ എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ടെൻഷൻ നമ്മളിത് പെർഫോം ചെയ്തിട്ട് ഇവരുടെ ചിരി കുറയും. അപ്പോൾ അത് ഇപ്പോഴും ഉണ്ട്. നമ്മളത് കൊള്ളാൻ നോക്കിയൊന്നും അറിയാൻ പാടില്ല. But still, I am hoping for the best, and I think the movie is going to be a great success. പെട്ടെന്ന് ചേട്ടന്റെ പേര് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ചേട്ടനെ കാണുമ്പോൾ ഫോർ ദ പീപ്പിൾ, അമൃതം, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ മൈൻഡിലോട്ട് പെട്ടെന്ന് ഹൈലൈറ്റ് ചെയ്ത് വരുന്ന ക്യാരക്ടേഴ്സ് പറഞ്ഞു. ഇപ്പം 2025 അടുത്ത മാസം ധീരൻ ഇറങ്ങാൻ പോവാണ്. എന്താണ് ഇതിനോട് യെസ് പറയാൻ, ധീരൻ എന്നുള്ള ഒരു ക്യാരക്ടറിൽ യെസ് പറയാൻ എന്തോ അതിനകത്ത് അട്രാക്ട് ചെയ്ത എലിമെന്റ് എന്താണ്? അല്ലെങ്കിൽ എല്ലാവരുടെയും ക്യാരക്ടർ വളരെ ഡിഫറെന്റും വളരെ അതിപ്പം നമ്മളെല്ലാ സിനിമയിലും പറയുന്ന അങ്ങനെ പറയുന്നതല്ല, വളരെ കൃത്യമായ അതിർത്തി ഡയറക്ടർക്ക് ഉണ്ടായിരുന്നു ഈ സിനിമയിൽ. കൃത്യമായിട്ട് ഓരോരുത്തരും ഇപ്പോൾ കൃത്യമായി പ്ലേസ് ചെയ്യപ്പെട്ട കഥാപാത്രങ്ങളാണ്. ഇവരുടെയൊക്കെ കഥാപാത്രങ്ങൾ വേറൊരു സെഗ്മെന്റാണ്. ഞാൻ വിനീതന്റെ കൂടെയുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതിലൊരു ടിൻഡ് ഉണ്ട്, ഒരു ഹ്യൂമറിന്റെ ഒരു
അത്തരം ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മുടെ കഥാപാത്രം കടന്നു പോകുന്നത്. അപ്പോൾ അത് ഒരു എക്സൈറ്റിംഗ് ആയ ഒരു കാര്യമാണ്, അങ്ങനെയുള്ള പരിപാടികളിലൂടെ പങ്കെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ പോസിറ്റീവായി വർക്കായി വന്നിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. പണ്ട് ചെയ്ത മൂവീസിലുള്ള ക്യാരക്ടേഴ്സ് പണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര അങ്ങനെ ഇല്ല കേട്ടോ. ആ ഒരു കാലഘട്ടത്തൊക്കെ ചെയ്ത മൂവീസിലെ ക്യാരക്ടേഴ്സ് അത് ഇപ്പോഴും വരണം എന്ന് ആഗ്രഹിക്കാറുണ്ടോ? ഇപ്പോഴും അങ്ങനത്തെ ക്യാരക്ടേഴ്സ് എനിക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ വരണമെന്ന് ആഗ്രഹിക്കാറുണ്ടോ? ഇല്ല അങ്ങനെ ആഗ്രഹിക്കാറില്ല. അങ്ങനത്തെ വരരുതെന്നാണ് ആഗ്രഹിക്കുന്നത്. പുതിയ കാര്യങ്ങൾ ഉണ്ടാവട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പൊ സിദ്ധുവിന്റെ ഒക്കെ ഒരു റീഇൻകാർണേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഹോപ്പ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് സിദ്ധു ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നു, അല്ലെ, ഒരുപാട് ഡിഫറെന്റ് ഷെയ്ഡ്സ് എക്സ്പ്ലോർ ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര, പിന്നെ നമ്മുടെ ക്ലാസിക്കൽ ആക്ടേഴ്സാണ് അപ്പുറത്തിരിക്കുന്നത്, അവരെ കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. അവരൊന്നും ഒരു കാലഘട്ടത്തിന് മാത്രം നടന്മാരല്ല. ഇപ്പൊ നിങ്ങൾ പറയുന്ന പോലെ പഴയ നടൻ പുതിയ നടൻ അങ്ങനെ പറയാൻ പറ്റില്ല. ക്ലാസിക്കൽ ആക്ടേഴ്സാണ്, ആക്ടേഴ്സ് എല്ലാ കാലത്തേക്കുള്ള നടന്മാരാണ് നമ്മളപ്പുറത്തിരിക്കുന്നവർ. അപ്പൊ അതൊക്കെയല്ലേ നമ്മൾ കാണേണ്ടത്. അപ്പം ഇനി അടുത്തതായിട്ട് ഇപ്പം സുധീഷ് ചേട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് സുധീഷ് ചേട്ടൻ എന്ന് പറയുമ്പം ഒരുപാട് ക്യാരക്ടേഴ്സ് മൈൻഡിൽ വരുന്നുണ്ട്. പക്ഷെ ഏതോ ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറയുന്നത് കേട്ടാണ്, അതായത് ഫസ്റ്റ് സിനിമ 14 വയസ്സിലാണല്ലോ. അപ്പം അതിനകത്ത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ നീന്തൽ അറിയണമെന്നായിരുന്നു. അപ്പം ചേട്ടന്റെ ആ ഒരു പേടി കാരണം ആ ഒരു എന്താ പറയാ, ആ ഒരു ഷൂട്ടിങ് വൈകുന്നേരം വരെ നീണ്ടുപോയി എന്ന് കേട്ടായിരുന്നു. അപ്പം അതിപ്പം അന്ന് നീന്തൽ എന്ന് പറയുന്നത് വെള്ളം പേടിയായതുകൊണ്ടായിരുന്നു? നീന്തൽ പഠിച്ചു, ചാടാൻ പഠിച്ചില്ല പുഴയിലേക്ക്. ചാടാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. സ്വിമ്മിങ് പഠിച്ചു. ഈ പടത്തിന് വേണ്ടി, ഫസ്റ്റ് പടത്തിന് വേണ്ടി എന്നോട് ആദ്യം പറഞ്ഞത് 2 കാര്യങ്ങളാണ്. ഒന്ന് സൈക്ലിംഗ്, പിന്നെ സ്വിമ്മിങ്. സൈക്ലിംഗ് അറിയാം, സ്വിമ്മിങ് പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനു വേണ്ടി അനന്തരത്തിൽ പഠിച്ചു. അമ്മ നീന്തും. പക്ഷെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഫസ്റ്റ് ഷോട്ട് തന്നെ ഈ എടുത്ത് ചാടാനാണെന്നുള്ള കാര്യം. ഈ ഡൈവിങ് അല്ലെങ്കിൽ ചാട്ടം പഠിച്ചിട്ടില്ല. അത് മാത്രമല്ല, നമ്മൾ പഠിക്കുന്ന അന്ന് കുളത്തിലൊക്കെയുള്ള അന്ന് പഠിച്ചത്. പക്ഷേ ഷൂട്ട് ഉണ്ടായിരുന്ന നല്ല ഒഴുകുന്ന പുഴയിലായിരുന്നു. അപ്പോൾ പുഴയിലേക്കാണ് ചാടേണ്ടത്. അപ്പോൾ കുറച്ച് ഹൈറ്റുള്ള ഒരു കന്മതിലിൻ്റെ മുകളിൽ ചാടണം. അപ്പോൾ ഒരു വൈകുന്നേരം വരെ ഞാനിങ്ങനെ ചാടാതെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. സത്യമായിട്ട് പറയാം, നടുസാറിൻ്റെ ആ ഒരു ക്ഷമ കാരണം പുള്ളി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടാവാമെന്ന് പറഞ്ഞു. അങ്ങനെ ഭക്ഷണം കഴിച്ച് വന്നു. അങ്ങനെ ഒരു 3-3:30 മണി 4 മണിയായി ഞാൻ ചാടിയപ്പോൾ. പറയുമ്പോൾ അവിടെ 3-4 ആൾക്കാരൊക്കെ അവിടെ നമ്മളെ രക്ഷപ്പെടുത്താനായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ കൂടെ നമുക്കൊരു പേടി, ചാടാൻ പേടിയായിരുന്നല്ലേ? ചാടാൻ പേടിയായിരുന്നു. അത് ഒഴുകുന്ന പുഴയാണ്, ഹൈറ്റും ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഫിലിമില്. പക്ഷെ ചേട്ടന്റെ മോനും പിന്നെ കുറെ നാൾക്ക് ശേഷം അതേപോലെ ശിവയാണ് ഫസ്റ്റ് ചെയ്ത് അതേ കാര്യം പറഞ്ഞത്, സ്വിമ്മിങ് പഠിക്കണം. അപ്പൊ ഇതിങ്ങനെ പണ്ടത്തേക്കൊന്ന് റിവൈൻഡ് ചെയ്ത് പോയോ? അപ്പൊ ഞാൻ ആയതെല്ലാം പഠിപ്പിച്ച് ചാട്ടാ പഠിപ്പിച്ചു. ചാടാൻ വല്ലതും ഉണ്ടെങ്കിൽ കുടുങ്ങിയല്ലോ. അപ്പൊ അപ്പുറത്തെ സ്വിമ്മിംഗ് പൂളിലായി പഠിത്തം. അപ്പൊ ഇപ്പോഴത്തെ കാലഘട്ടമാണല്ലോ, സ്വിമ്മിംഗ് പൂളിൽ ചാടാനും ഡൈവ് ചെയ്യാനൊക്കെ പഠിച്ചു. അത് വളരെ നല്ല കാര്യമാട്ടോ. ഇപ്പൊ എല്ലാവരും പഠിക്കേണ്ട ഒരു കാര്യം സ്വിമ്മിംഗ് എന്ന് പറയുന്നത്. സിനിമയ്ക്ക് വേണ്ടി മാത്രമല്ല, ജീവിതത്തിലൊക്കെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ചാടാനും. അല്ല ചാടാൻ മതിലാടാനല്ലോ, അതിന്റെ പഠിക്കേണ്ട ആവശ്യം. കഴിയുന്ന പഠിക്കേണ്ട ഒഴുക്കിനെതിരെ നീന്താൻ കൂടെ പഠിക്കണം. ചാടാനും പഠിച്ചില്ല. സിനിമയിൽ ഏറ്റവും വേണ്ടത് ഒഴുക്കിനെതിരെ നീന്താൻ പഠിക്കണം. മോന് പേടിയുണ്ടായിരുന്നോ? ചേട്ടൻ എത്രയും പേടിയുണ്ടായിരുന്നോ? ഇല്ല, അവൻ ബൈഹാർട്ടായി സ്വിമ്മിങ്. ഈ പറഞ്ഞ പോലെ ഭയങ്കര ഈസിയായി മാറി. അല്ല, അവൻ ആ പടത്തിൽ ചെയ്തത് അവസാനം നമ്മുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ വരെ ചാടി എന്നുള്ളതാണ്. ഞാനൊക്കെ പേടിച്ചു പോയി. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്ക് ഡൈവ് ചെയ്തു. അവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്, എന്താ പറയാ, കൊച്ചുപോലോ മെയിൻ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞു. ഇവിടെ നല്ല ഒഴുക്കുള്ള സ്ഥലത്ത് അല്ല, അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, ഇവിടെ കുളിക്കാൻ പാടില്ല ഒന്ന്. ആ സ്ഥലത്താണ് നമ്മൾ ഷൂട്ട് ചെയ്യണത്. അപ്പം ചേട്ടനൊരു പേടി ഉണ്ടായിരുന്നിരിക്കും അല്ലേ? എനിക്ക് ഭയങ്കര പേടിയാണ്, സത്യം പറയാം. കാരണം അവരെ കയ്യിലൊന്നും പിടിച്ചാൽ നിൽക്കില്ല. എത്ര 4-5 ആൾക്കാർ നിന്നാലും വെള്ളമല്ലേ, പറയാൻ പറ്റില്ലല്ലോ. പറയാൻ പറ്റില്ലല്ലോ. ഭയങ്കര ടെൻഷനായിരുന്നു സത്യം പറഞ്ഞാൽ. ഞാൻ അവനെ പ്രോത്സാഹിപ്പിച്ചെങ്കിലും ഉള്ളിൽ ഭയങ്കര ടെൻഷനായിരുന്നു. ആ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു.